ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ഐതിഹ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 പ്രവേശന കവാടങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രവേശന കവാടം കടന്ന് നമ്മൾ ആദ്യം എത്തുന്നത് ഗണപതി ക്ഷേത്ര നടയിലേക്കാണ്. ഗണപതി ക്ഷേത്ര നടയിലും മേൽക്കൂര ഇല്ല. ആളുകൾക്ക് കയറി നിൽക്കുന്നതിനുള്ള സൗകര്യത്തിലൊക്കെ ഇത് നടപ്പന്തലുണ്ട്. പക്ഷേ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്തൊന്നും മേൽക്കൂര ഇല്ല. ഇവിടെ ഞാൻ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് വീഡിയോ നല്ലതായിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഗണപതി നട കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ കിഴക്കും പടിഞ്ഞാറുമായി 2 ആൽത്തറകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി കാണുന്നത് നന്ദികേശന്മാരെ ഒരുക്കി നിർത്തിയിരിക്കുന്നതാണ്. നന്ദികേശന്മാരെ തൊട്ട് വണങ്ങുന്നത് വളരെ അനുഗ്രഹമായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. നിലവിലുള്ള 2 ആൽത്തറകളും പണി കഴിപ്പിച്ചത് വേലുത്തമ്പി ദളവയാണ്. അന്ന് ക്ഷേത്രം പണിയുവാനായി ആരംഭിച്ചപ്പോൾ ദേവപ്രശ്ന വിധിപ്രകാരം അവിടെ ക്ഷേത്രം വേണ്ട എന്നും ഓച്ചിറ പരബ്രഹ്മമായി കുടികൊള്ളുന്നു എന്നുമാണ് വിശ്വാസം. കിഴക്കും പടിഞ്ഞാറുമായി 2 ആൽത്തറകളിലായി പരബ്രഹ്മം കുടികൊള്ളുന്നതായാണ് ഇവിടുത്തെ സങ്കല്പം. ശിവൻ്റെ സാന്നിധ്യമാണെങ്കിൽ പോലും ഈ 2 ആൽത്തറകളിലും പൂർണ്ണമായും വലത്ത് വയ്ക്കാൻ സാധിക്കും. മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള പൂജാവിധികൾ ഇവിടെ കാണാൻ സാധിക്കില്ല. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ കരിക്കുധാര, ജലധാര, കൂവളമാല സമർപ്പണം എന്നിവയാണ്. ഓണാട്ടുചിറ എന്നത് ഓച്ചിറയായി മാറിയെന്നാണ് പറയപ്പെടുന്നത്. 22 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. നിരവധി ഭക്തജനങ്ങളാണ് തങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്കായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഇന്ന് മഴയായിരുന്നിട്ട് കൂടി നിരവധി ആൾക്കാർ ക്ഷേത്രത്തിൽ വന്നുപോയിക്കൊണ്ടിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യമുള്ളവർ മരത്തിൽ തീർത്ത രൂപങ്ങൾ വഴിപാടായി ഇവിടെ സമർപ്പിക്കുന്ന ചടങ്ങ് ഉണ്ട്. അത് ഇവിടെ ലഭ്യമാണ്. മരത്തിൽ തീർത്ത കൈകൾ, കാല്, മനുഷ്യൻ്റെ മുഴുവനോടെയുള്ള രൂപങ്ങൾ, അങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ ഇവിടെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ ഇരിക്കുന്നതെല്ലാം വിവിധ ഇനം മനുഷ്യ രൂപങ്ങളാണ്. കൈകളെ, കാലുകളെ, ഫുൾ മനുഷ്യനോട് കൂടിയുള്ള രൂപങ്ങളെ, അങ്ങനെ ഉള്ള രൂപങ്ങളുണ്ട്. അതുപോലെ നന്ദിയുടെ രൂപങ്ങൾ. ഇവയെല്ലാം തലയ്ക്കൊഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ രോഗദുരിതങ്ങൾ മാറുകയും നന്ദിയുടെ രൂപം തലയ്ക്കൊഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. കിഴക്കേ ആൽത്തറയ്ക്ക് സമാനമായ പൂജാവിധികൾ തന്നെയാണ് പടിഞ്ഞാറേ ആൽത്തറയിലും നടത്തുന്നത്. ഇവിടെ പ്രസാദമായി നൽകുന്നത് ഇവിടുന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണും അതുപോലെ ഭസ്മവുമാണ്. ഇത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ചടങ്ങാണ്. നന്ദികേശന്മാരെ അണിയിച്ചൊരുക്കി ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്ന ഒരു ചടങ്ങ്. ഇതിൻ്റെ പേര് 8 കണ്ടത്തിൽ ഉരുളിച്ച എന്നാണെന്നാണ് അറിയാൻ സാധിച്ചത്. കൃത്യമായി എനിക്കറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ അറിഞ്ഞതാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇത് ക്ഷേത്രത്തിൻ്റെ എല്ലാ പരിസരത്തും വലം വെച്ച് വരുന്ന ഒരു ചടങ്ങാണ്.
പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് മൊത്തവും നല്ല തണൽ മരങ്ങൾ, അതായത് ആല അതുപോലുള്ള അരയാല, പേരാല തുടങ്ങിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തണൽ മരങ്ങളുണ്ട്. നമുക്ക് യാതൊരു കടുത്ത വേനലിൽ പോലും നല്ല മനസ്സിനും ശരീരത്തിനും കുളിര് നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഇന്ന് മഴയാണ് എങ്കിൽ പോലും നല്ല വേനലിൽ വന്നാലും ഇവിടെ നല്ല പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇതാണ്. ഉണ്ടിക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഓച്ചിറ പരബ്രഹ്മം മാടമ്പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകി എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണിത്. ഇവിടെ നാഗരാജാക്കൾക്ക് പ്രാധാന്യം കൂടുതൽ ഉണ്ട്. ഈ കാവിനെ വണങ്ങി വലം വച്ച് വന്നാൽ കൂടുതൽ നല്ലതാണെന്നാണ് അറിയപ്പെടുന്നത്. മഴയായതിനാൽ കൂടുതൽ എടുക്കാൻ സാധിച്ചിട്ടില്ല വീഡിയോ. ഇതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ നക്ഷത്ര പൂങ്കാവനം. എല്ലാ നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ ഈ പൂങ്കാവനത്തിലുണ്ട്. നമുക്ക് ഓരോ നക്ഷത്രങ്ങളുടെയും വൃക്ഷം ഏതാണെന്ന് നോക്കാം. ഇത്തി ഉത്രം, കാഞ്ഞിരം, അശ്വതി, കൂവളം, ചിത്തിര, വെട്ടി, തൃക്കേട്ട, അമ്പഴം, അത്തം, എരിക്ക്, തിരുവോണം, വയ്യം കഥ, വിശാഖം, പന, വയ്യം കഥ അത് പനയാണെന്നാണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. പൂരാടം, വഞ്ചി, ഇത്തി ഉത്രം, കാഞ്ഞിരം, അശ്വതി, കൂവളം, ചിത്തിര, വെട്ടി, തൃക്കേട്ട,
അമ്പഴം, അത്തം, എരിക്ക്, തിരുവോണം, വയ്യം കഥ, വിശാഖം, പന, വയ്യം കഥ അത് പനയാണെന്നാണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. പൂരാടം, വഞ്ചി, വെട്ടി തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ്. നീർമരുത് ചോതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം. പ്ലാശ് പൂര നക്ഷത്രത്തിൻ്റെ വൃക്ഷം. നെല്ലി ഭരണി നക്ഷത്രത്തിൻ്റെ വൃക്ഷം. പ്ലാവ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ വൃക്ഷം. ഞാവല് രോഹിണി നക്ഷത്രത്തിൻ്റെ വൃക്ഷം. കരിങ്കാലി മകയിര നക്ഷത്രത്തിൻ്റെ വൃക്ഷം. കരിങ്ങാലി. തേന്മാവ് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം. കരിമ്പന ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം. അരയാൽ പൂയ നക്ഷത്രത്തിൻ്റെ വൃക്ഷം. വെട്ടി തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ്. ഇതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപം. ഇവിടെ ദിവസവും അന്നദാനം നടക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.